ഇപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിലത്തെ കണ്ടില്ലേ, സർക്കാരിൻ്റെ ഒഫീഷ്യലാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. കെ മുരളീധരൻ പ്രതിപക്ഷത്തിലുള്ളപ്പോൾ പറഞ്ഞത് ഈ ഇരിക്കുന്ന സീറ്റിന് ബാധകമല്ല. ആ അല്ല, അതല്ല, അത് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നത്. പ്രിക്കോഷൻ എടുക്കണമല്ലോ. ഇതുവരെ കേരളത്തിൽ നടത്തിയ എല്ലാ പരീക്ഷണങ്ങളിലും പോസിറ്റീവ്. ഏതാ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ലാണ്ട് അദ്ദേഹം പക്ഷെ വെന്റിലേറ്ററിലാണ്. അത് അഡ്മിറ്റ് ആവുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഒരു ഘടകമാണ്. അത് വരേണ്ട ആവശ്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ വന്ന് വരുന്നതിലൊക്കെ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ആരും വന്ന് പരിശോധിക്കുന്നതിനും കുഴപ്പമില്ല. എല്ലാ ചെയ്യാവുന്ന പ്രിക്കോഷനുകളും ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല, അതിന് പ്രതിരോധത്തിനുള്ള മാർഗങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും വൃത്തിയായി സൂക്ഷിക്കണം, പകരുന്ന രോഗമാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് റെയ്ഡ് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റെയ്ഡുകൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്ര ഹോട്ടലുകൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നമ്പർ ഉൾപ്പെടെ തരാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വെറുതെ റെയ്ഡ് നടത്തി ഇത്ര കട കൂട്ടിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. ഏതൊക്കെ സ്ഥലത്ത് റെയ്ഡ് നടത്തി. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾ പൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ പൂട്ടിയതായിട്ടൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ വരുന്ന റിപ്പോർട്ട് മാത്രം കണ്ണടച്ച് വിശ്വസിക്കില്ല. കൂടുതൽ അക്കാര്യത്തിൽ നടപടി ഉണ്ടാവും. അത് തീരുമാനിച്ചിട്ടില്ല. 8% ഇല്ല. അല്ല, അതേ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഒരു എന്താ പറയേണ്ട, ഒരു അത്ര വളരെ മോശം സ്ഥിതിയുള്ള ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അനുബന്ധമായിട്ടുള്ള പനിറ്റ് പോലെ അസുഖങ്ങളുമുണ്ട്. അതിൻ്റെ റിസൾട്ടാണ്. അതിൻ്റെ റിസൾട്ടും പോസിറ്റീവാണ്. അല്ല, നമ്മുടെ എല്ലാ മാർഗവും നോക്കണമല്ലോ. പൂനെയിലാണ് സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ അത് കൺസിഡർ ചെയ്യുന്ന അതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ താഴെയുള്ള എല്ലാ ഘടകങ്ങളിലും പോസിറ്റീവ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നവരെ കാത്തു നിന്ന രോഗം പടരില്ലേ. ഇനിയിപ്പോൾ തന്നെയാണ് എന്നുള്ളൊരു രീതിയിലാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. കണക്ട് ചെയ്തിട്ടാണ് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ലോക്കൽ ബോഡിയുടെ സഹായം കൂടെ തേടണം. ഈ രാമനാട്ടുകര ഈ വിഷയത്തിൽ തന്നെ ഞാൻ എം എൽ എയാണ് വിളിച്ച് സംസാരിച്ചിരുന്നു. റിയാസാണ്. അദ്ദേഹം കലക്ടർ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളായിട്ട് രാമനാട്ടുകര ഫറൂഖ് മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷനുണ്ട്. എല്ലായിടത്തും ജനപ്രതിനിധികളെ എല്ലാ കാര്യങ്ങളും അറിയിക്കണം എന്ന് കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എം എൽ എനെ ഞാൻ തന്നെ ഫോണിൽ വിളിച്ചു. അദ്ദേഹം കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ്. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും കണ്ടെത്താൻ അതാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ അറിയോ, ഇയാളവിടെ പോയിട്ട് MRI സ്കാൻ എടുത്തിട്ടുണ്ട്, എക്കോ എടുത്തിട്ടുണ്ട്, വേറെ പ്രസന്റ് ഹോസ്പിറ്റലും പോയിട്ടുണ്ട്.